ഡൽഹിയിൽ കോൺഗ്രസ് നേതൃത്വം പുതിയ ആസ്ഥാന മന്ദിരത്തിലേക്ക് കാലെടുത്ത് വെച്ചത് ജോത്സ്യനെ കണ്ട് സമയം കുറിക്കാതെയാണെന്ന് തോന്നുന്നു. ഒന്നിനു പുറകെ ഒന്നായി തോൽവിയുടെ ആറാട്ടാണ് കോൺഗ്രസിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്നത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംപൂജ്യരായതിന് പിന്നാലെ ഡൽഹി തദ്ദേശ ഉപതെരഞ്ഞെടുപ്പിലും തകർന്നു തരിപ്പണമായി സീറ്റെല്ലാം BJPക്ക് അടിയറവച്ചു. എന്നിട്ടും അരിശം തീരാഞ്ഞിട്ട് ഗുജറാത്തിലും ചെന്ന് മത്സരിച്ച് കോൺഗ്രസ് തോറ്റ് തരിപ്പണമായി അവിടെയും. അവിടെ ഭാഗ്യത്തിന് 0 കിട്ടിയില്ല, 1 സീറ്റ് കിട്ടിയിട്ടുണ്ട്. ഗുജറാത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെ തകർച്ചയിൽ വമ്പൻ വിജയം നേടിയത് BJP ആണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി BJPയുടെ മിന്നുന്ന വിജയത്തിന് അഭിനന്ദനങ്ങൾ അറിയിച്ചു. കോൺഗ്രസിന് പ്രധാനമന്ത്രി വക അനുശോചനവും കിട്ടി. 2027 ഗുജറാത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുന്നോടിയായി നടന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം BJPക്ക് കൂടുതൽ ശക്തി പകരുന്നത് തന്നെയാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ അവസ്ഥയോ? ജുനാഗഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലും 68 മുനിസിപ്പാലിറ്റികളിൽ 60ലും BJP മിന്നുന്ന വിജയമാണ് നേടിയത്. കൂടാതെ ഗാന്ധിനഗർ, കപദ്വഞ്ച്, കത്ലാൽ എന്നീ 3 താലൂക്ക് പഞ്ചായത്തുകളും BJP പിടിച്ചെടുത്തു. കോൺഗ്രസിന് 68 മുനിസിപ്പാലിറ്റികളിൽ ഒരെണ്ണം മാത്രമാണ് നേടാൻ കഴിഞ്ഞത്. മുൻ വർഷങ്ങളിൽ കോൺഗ്രസ് ഭരിച്ചിരുന്ന 15 മുനിസിപ്പാലിറ്റികൾ BJP ഈ തെരഞ്ഞെടുപ്പിൽ പിടിച്ചെടുത്തു. സമാജ്വാദി പാർട്ടി 2 മുനിസിപ്പാലിറ്റിയുടെ ഭരണം നേടിയെടുത്തു. ആർക്കും വ്യക്തമായ ഭൂരിപക്ഷമില്ലാതെ 5 മുനിസിപ്പാലിറ്റികളിലെ തെരഞ്ഞെടുപ്പ് ഫലവും പുറത്തു വന്നിട്ടുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിൽ മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്ക് 27% സംവരണമെന്ന വമ്പൻ പദ്ധതി ഗുജറാത്തിലെ BJP സർക്കാർ കൊണ്ടുവന്നതിന് ശേഷമുള്ള ആദ്യത്തെ തെരഞ്ഞെടുപ്പാണ്, തദ്ദേശ തെരഞ്ഞെടുപ്പാണിത്. ആ തെരഞ്ഞെടുപ്പിൽ തന്നെ BJPയുടെ തീരുമാനത്തിന് മിന്നുന്ന വിജയം കൊണ്ടാണ് ജനങ്ങൾ മറുപടി നൽകിയത്. ഗുജറാത്തും BJPയും തമ്മിലുള്ള ബന്ധം തകർക്കാൻ കഴിയാത്തത് മാത്രമല്ല, അത് ഓരോ ദിവസവും ശക്തമായി വരുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രതികരിച്ചത്. BJP നേടിയ ഈ വമ്പൻ വിജയത്തെ കൂടാതെ കോൺഗ്രസിൻ്റെ വമ്പൻ തകർച്ചയ്ക്കാണ് ഗുജറാത്തിലെ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് സാക്ഷ്യം വഹിച്ചത് എന്നതാണ് ഏറ്റവും ദുഃഖകരം. കാരണം അടിത്തറയിൽ കൃത്യമായ ബലമുണ്ടാക്കാനാകാതെ എങ്ങനെ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേടുമെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം. അല്ലെങ്കിൽ തന്നെ ഗുജറാത്തിൽ 2 ടേമുകളിലായി BJPയാണ് സംസ്ഥാന ഭരണം കൈക്കലാക്കിയിരിക്കുന്നത്. അവിടെ ഇത്തവണയെങ്കിലും ഇക്കുറിയെങ്കിലും കോൺഗ്രസ്സിന് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെങ്കിലും ഒരു ചെറിയ പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നെങ്കിൽ അത് അടുത്ത വർഷത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിപ്പിക്കാനാകുമെന്നായിരുന്നു. പക്ഷേ അണികളില്ല എന്നതാണ്, മത്സരിക്കാൻ പ്രവർത്തകരില്ല എന്നതാണ് ഗുജറാത്തിൽ ഇപ്പോഴും വർഷങ്ങളായി കോൺഗ്രസ് നേരിടുന്ന ഒരു ഏക പ്രതിസന്ധി. എന്തായാലും ഹരിയാനയിലും ഡൽഹിയിലുമൊക്കെ തോറ്റു തുന്നമ്പടിയ കോൺഗ്രസ് ഇപ്പോൾ അങ്ങ് ഗുജറാത്ത് വരെ എത്തി തോൽവിയുമായിട്ട്. ഇനി കിടക്കുകയാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും. അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കുമ്പോൾ അറിയാം ഇനി BJPയുടെ പ്രതികരണം എന്താകും, കോൺഗ്രസിൻ്റെ അവസ്ഥ എന്താകും. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.